ഇന്ന് നമുക്ക് കർണാടക സ്പെഷ്യൽ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അവിടെ ഇതിന്റെ പേര് വെജിറ്റബിൾ പുലാവ് എന്ന് മാത്രമല്ല, വെജിറ്റബിൾ മസാല ബാത്ത് എന്ന് കൂടി പറയാറുണ്ട്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 300 ml ഗ്ലാസ്സിൽ നിറയെ കൈമരിയാണ്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെക്കൊന്നും വേണ്ട കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിയിലയും പുതിനയിലയും ഓരോ ചെറിയ പിടി എടുത്തിട്ടുണ്ട്. കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. ഒരു ചെറിയ വല്യുള്ളി എടുത്തിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് എടുത്തിട്ടുണ്ട്, മീഡിയം സ്പൈസി ആയിട്ടുള്ളത് ഒരു 2 എണ്ണം. ഇഞ്ചി 2 സെന്റിമീറ്റർ വലുപ്പത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 6 അല്ലി. ഇതെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിരകിയ തേങ്ങ ഒരു 1/3 കപ്പ് എടുത്തിട്ട് അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരല്പം വെള്ളം ചേർത്ത് അധികം തരിതരിപ്പുമല്ല എന്നാൽ അധികം മിനുസും അല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേപോലെ ഒരുപാട് വെള്ളമായി പോരുത്, ഒരു 1/4 കപ്പിലും താഴെ മാത്രം വെള്ളം മതി കേട്ടോ. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഞാനൊരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇത്രയും മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. ജാതിപത്രി എടുത്തിട്ടുണ്ട്, ഏലക്ക, പട്ടയുടെ ഇല, ഗ്രാമ്പൂ, സ്റ്റോൺ ഫ്ലവർ എടുത്തിട്ടുണ്ട്, സ്റ്റാർ അനീസ് എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്കൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം ഒരുമിച്ച് തന്നെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് എണ്ണയിലേക്ക് ഇൻഫ്യൂസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെജിറ്റബിൾസ് ആണ്. ഇതിൽ വല്യുള്ളിയും തക്കാളിയും ഒഴികെയുള്ള ബാക്കി വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. വല്യുള്ളി ഒരു വലുത് തന്നെ എടുത്തിട്ടുണ്ട്, ടൊമാറ്റോയും അതുപോലെ തന്നെ ഒരു വലുത് എടുത്തിട്ടുണ്ട്, നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അല്ല വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി ആദ്യം ഒന്ന് വഴറ്റി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ബാക്കി വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുള്ളത് 100 ഗ്രാം വീതമാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം, ഏകദേശം 1 മിനിറ്റ് വരെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാലയാണ്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ടതുകൊണ്ട് ഗരം മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുറിച്ചു വെച്ച തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കഷ്ണങ്ങളിലൊക്കെ മസാല പിടിക്കുകയും മസാലയുടെ നിറം ഡാർക്ക് ഗ്രീൻ ആവുന്നവരെ ഏകദേശം 1 മിനിറ്റോളം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ മസാലയുടെ നിറമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഒരു റെസിപ്പിക്ക് കൈമരി തന്നെ വേണമെന്നില്ല, ബസ്മതി അരിയും ഉപയോഗിക്കാം കേട്ടോ. ഒരല്പം പച്ചനെയ്യും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അരിക്ക് ആ ചോറിന് ഒരു നല്ല ഗ്ലേസിങ്ങും കിട്ടും, ഒരു പച്ച നെയ്യിൻ്റെ ഒരു നല്ലൊരു സുഗന്ധവും കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിയിലേക്കൊക്കെ ആ മസാലയുടെ നിറം ഒന്ന് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10-20 സെക്കൻഡ് മതി കേട്ടോ. നേരത്തെ ഞാൻ അരി അളന്നെടുത്ത ഗ്ലാസ്സാണിത്. ഒരു 300 ml ആണ് ഇതിൻ്റെ അളവ്. ഇതിൽ 1.5 കപ്പ് വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നവരെ വെക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വേണ്ട ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുക്കർ നമ്മൾ വാങ്ങി കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഫങ്ഷനിങ്ങിൽ ചെറിയ വ്യത്യാസം വരും. അപ്പം 2 വിസിൽ എന്നുള്ളത് നിങ്ങളുടെ കുക്കറിന് എങ്ങനെയാണോ പറ്റിയത് അതുപോലെ ചെയ്യാം കേട്ടോ.
2 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് കുക്കർ തുറക്കുമ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ടാവും. ചൂടോടെ സെർവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.